ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബാച്ചിലേഴ്സിനും അതോടൊപ്പം ജോലിക്ക് പോകുന്ന സ്ത്രീകളും ക്ഷീണിച്ച് വരുമ്പോൾ വളരെ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. നമുക്ക് റെസിപ്പി കാണാം. ഞാനിവിടെ 1 കിലോ ബീഫിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കറിക്ക് ചെറുതായിട്ടൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലകളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റണം. നമ്മളുടെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. തക്കാളി അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ തക്കാളിയുടെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്യണം. അതോടൊപ്പം നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ബീഫിനകത്ത് എല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളുടെ ഇറച്ചിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില നല്ല ഫ്രഷ് ആയത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വെക്കാതെ ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം വിസിലടിപ്പിക്കാനായിട്ട്. ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രേവി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഗ്രേവിയുടെ ആവശ്യാനുസരണം നമ്മൾക്ക് വറ്റിച്ചെടുക്കാം. വറ്റിച്ചൂടെ കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കറിയിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ഇടുന്നുണ്ട്. അതിനായിട്ട് ബീഫ് നന്നായി വെന്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരു പാത്രത്തിലേക്ക് ഇറച്ചി മാത്രം മാറ്റി വെച്ചിട്ട് ഗ്രേവി ഈ കുക്കറിൽ തന്നെ വെക്കുകയാണ്. ഈ ഗ്രേവിയിലേക്ക് ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ നമ്മളുടെ പച്ചക്കായ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഈ ബീഫ് കറിയുടെ ഒപ്പം കഴിക്കാനായിട്ട്. പിന്നെ ഈ സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുകൂടാതെ ഇതിപ്പോൾ വേവുന്നതിനായിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് തന്നെ കുക്കർ ഒരു വിസിൽ അടുപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ ഈ തിക്കായിട്ടുള്ള ഗ്രേവിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.